എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മല്ലു ജംഗ്ഷൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുവൈറ്റിലുള്ളവർക്ക് ഈ ബയോമെട്രിക് ചെയ്യുക എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പുതിയതായിട്ട് വരുന്നവർക്കും ബയോമെട്രിക് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കുവൈറ്റിൽ ഇപ്പോൾ ബയോമെട്രിക്കൊക്കെ ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ കറണ്ട് സ്റ്റാറ്റസ് എങ്ങനെ നമുക്കറിയാമെന്നും അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് എങ്ങനെ ബയോമെട്രിക്കിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കാമെന്നും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണില്ലേ, അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കേട്ടോ. സാഹേൽ ആപ്പ് എന്നത് ഇപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. പണ്ട് അത് അറബിക്കിൽ മാത്രമായിരുന്നു. ഇപ്പോൾ കുറേ കാലമായിട്ട് പുതിയ അപ്ഡേറ്റ് വന്നതോടുകൂടി നമുക്ക് ഇംഗ്ലീഷിൽ ഇപ്പോൾ ഇത് ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് സാഹേൽ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ സാധിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് കറണ്ട് സ്റ്റാറ്റസ് അറിയാമെന്നുമാണ്. അപ്പോൾ നമുക്ക് നേരെ സാഹേൽ ആപ്പിലേക്ക് ചെല്ലാം. നമ്മൾ ആദ്യം തന്നെ സാഹേൽ ആപ്പ് ഓപ്പൺ ചെയ്യുക. സാഹേൽ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ താഴെ കാണാനായിട്ട് സാധിക്കും. അപ്പോയിൻമെൻറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ബുക്കിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരുകളാണ് ഈ കാണുന്നത്. അതിൽ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ അതിൻ്റെ ആ ഒരു എംബ്ലവും കാര്യങ്ങളും നിങ്ങൾ ഓർത്തിരിക്കുക. അതിനുശേഷം മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഇതിങ്ങനെ ഓപ്ഷൻസ് ഇങ്ങനെ കാണുന്നുണ്ട്. അതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജനറൽ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമുക്ക് കാണാം. പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ, ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ, അതാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ, അതായത് ബയോമെട്രിക് എന്ന് പറയുന്നത് തന്നെ പേഴ്സണൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ടെസ്റ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ബയോമെട്രിക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ അകത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഏത് ഏരിയയാണ് ബ്രാഞ്ച് നമുക്ക് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ടൈം ഇങ്ങനെ കാണിക്കാൻ സാധിക്കും. ആ ഡേറ്റും ടൈമും അവിടെ കാണുന്നുണ്ട്. ഇഷ്ടമുള്ള ടൈമിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ സുലഭമായിട്ട് നമുക്കിത് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു 3 മാസം മുമ്പൊക്കെ നമുക്കിത് സാധിക്കുന്നില്ലായിരുന്നു. നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഡേറ്റ് ടൈം നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്കവിടെ ബുക്കിംഗ് കൊടുക്കാവുന്നതാണ്. നമുക്കിങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ പ്രസൻ്റ്ലി നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നേരത്തെ നമുക്കിങ്ങനെ പറ്റുന്നില്ലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതൊന്നും അറിഞ്ഞിരിക്കുക. പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് അറിയിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എങ്ങനെ നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ് അറിയാമെന്നുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൽ തന്നെ നമ്മൾ വീണ്ടും ചെന്നതിന് ശേഷം അവിടെ നമുക്ക് ഇത് പ്രസൻറ്റ് നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ് എങ്ങനെയാണ് എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. അതായത് മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൽ ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. സെക്യൂരിറ്റി സർവീസ്, പോലീസ് അക്കാദമി സർവീസ്, ബോർഡർ സെക്യൂരിറ്റി സർവീസ്, എൻക്വയറി സർവീസസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിസ സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സെക്യൂരിറ്റി സർവീസസ് ആണ്. ഫസ്റ്റ് ഓപ്ഷനായിട്ടുള്ള സെക്യൂരിറ്റി സർവീസസിൻ്റെ അകത്ത് മൂന്നാമത്തെ ഓപ്ഷൻ വെരിഫൈങ് ദി നെസസിറ്റി ഓഫ് പെർഫോമിങ് എന്നുള്ള ഓപ്ഷൻ, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ ഐ ഡി കാണിക്കും. അതിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മുടെ ഗ്രീൻ ടിക്കിൽ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഇത് എന്താണ്, നമ്മുടെ വാലിഡ് അല്ലെങ്കിൽ റെഡിങ് ആയിരിക്കും കാണിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. പ്രസൻ്റ്ലി നിങ്ങൾ കുവൈറ്റുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ബയോമെട്രിക് ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോയിൻമെൻറ്റ് ഇപ്പോൾ വളരെ സുലഭമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. 3 മാസം മുമ്പ് നമുക്ക് ഇതേപോലെ അപ്പോയിൻമെൻറ്റൊക്കെ കിട്ടാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഈ ഡിസംബറിന് മുമ്പായിട്ട് എല്ലാവരും ബയോമെട്രിക് ചെയ്ത് തീർക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു ബയോമെട്രിക്കിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നും അല്ലെങ്കിൽ കറണ്ട് സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ അറിയാൻ വേണ്ടി സാധിക്കുമെന്നും. അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മറ്റൊരു ഇൻഫോർമേറ്റീവായിട്ട് ഉള്ള വീഡിയോയിൽ കാണുന്നോടം വരെ ഗുഡ് ബൈ.